അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകം കണ്ട ഏറ്റവും നല്ല ഗുരുനാഥൻ, നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വചനമുണ്ട്. അതിമനോഹരമായ സാരവത്തായ ഒരു വചനം. തിരുനബി പഠിപ്പിക്കുകയാണ്, ഏതൊരു മനുഷ്യനും 3 കൂട്ടുകാരുണ്ട്. എല്ലാ മനുഷ്യനും ഉണ്ടാകും 3 കൂട്ടുകാർ. ഒന്നാമത്തെ കൂട്ടുകാരൻ സമ്പത്താണ്, രണ്ടാമത്തെ കൂട്ടുകാരൻ കുടുംബമാണ്, മൂന്നാമത്തെ കൂട്ടുകാരൻ അമലാണ്, പ്രവർത്തനങ്ങൾ. ഒന്നാമത്തെ കൂട്ടുകാരൻ സമ്പത്ത് മനുഷ്യനോടൊക്കെ പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, ഒരു പേടിയും നിനക്ക് വേണ്ട, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടോ. എന്തിനാ പേടിക്കുന്നത്? നിന്റെ പണം നിന്റെ കയ്യിലില്ലേ? എത്ര വലിയ മഹാരോഗങ്ങൾ നിനക്ക് വന്നാലും നിന്റെ പണമല്ലേ നിന്റെ കയ്യിൽ? എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും നിന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന കോടികൾ ലക്ഷങ്ങൾ നിനക്ക് തുണയായി തീരൂലേന്ന് മനുഷ്യനോട് ഇങ്ങനെ പറയുന്നുണ്ട്. പണം പറയുന്നില്ലെങ്കിലും ആ പറച്ചിൽ നമ്മളിങ്ങനെ അനുഭവിക്കുന്നുണ്ട്, ഒരു സെക്യൂരിറ്റി. പക്ഷേ ഈ പണം മനുഷ്യനോട് പറയും, പക്ഷേ ഞങ്ങൾക്ക് ഒരളവ് വരെ നിന്നെ സഹായിക്കാൻ പറ്റുള്ളൂ, നിന്റെ അവസാനത്തെ ശ്വാസം വരെ. എത്ര വലിയ ഹോസ്പിറ്റലിലേക്കും നിന്നെ കൊണ്ടുപോകാൻ നിന്റെ പണം ഉണ്ടാവും, പക്ഷെ ആ അവസാനത്തിന് ശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലുകൾക്ക് പ്രസക്തിയില്ല. നിന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം പിന്നെ നിന്റേതല്ലാതായി മാറുന്നു. രണ്ടാമത്തെ കൂട്ടുകാർ കുടുംബമാണ്. ആ കുടുംബ മനുഷ്യനോട് പറയും, മരിക്കുന്നത് വരെ മാത്രമൊന്നുമല്ല ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവുക, മരിച്ചു കഴിഞ്ഞാലും ഉണ്ടാവും. അതാ ആ മരത്തിൻ്റെ അവിടെ വരെ ഉണ്ടാകും. ഖബറിടത്തിൽ ഉയർന്നു നിൽക്കുന്ന മരത്തിലേക്ക് ചൂണ്ടിയിട്ട് കുടുംബം പറയുന്നുണ്ട് നമ്മളോട്, നമ്മളറിയാതെ പറയുന്നുണ്ട്, അവിടെ വരെ ഉണ്ടാവും. അവിടെ നിന്ന് അങ്ങോട്ട് നിന്റെ ഖബറിലേക്ക് മണ്ണ് വാരി എറിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകും. പിന്നെ ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ ആനന്ദം, ഞങ്ങൾ നിന്നെയൊക്കെ മറന്നുപോകും. അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് പറയും. ഒരു പെരുന്നാൾ വരുമ്പോൾ, ഒരു നോമ്പ് വരുമ്പോൾ, ഒരു ഓണം വരുമ്പോൾ, ഒരു വിഷു വരുമ്പോൾ, ഒരു ക്രിസ്തുമസ് വരുമ്പോൾ നമ്മൾ പറയും അച്ഛനുണ്ടായിരുന്ന കാലത്തെക്കുറിച്ച്, ഉപ്പയുണ്ടായിരുന്ന ഒരു നല്ല കാലത്തെക്കുറിച്ച് പറയും. ഉമ്മ ഉണ്ടായിരുന്ന കാലത്തുള്ള നോമ്പുണ്ടല്ലോ, ആ നോമ്പായിരുന്നു നോമ്പ് എന്ന് പറയൂലേ? അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താണ് നമ്മുടെ സമ്പാദ്യം? സഹോദരന്മാരെ, സഹോദരികളെ, എന്താണ് എൻ്റെയും നിങ്ങളുടെയും സമ്പാദ്യം? ഇത് രണ്ടും നമ്മുടെ സമ്പാദ്യമാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. അതിനനുസരിച്ച് അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം. എന്നാൽ മൂന്നാമത്തെ ഒരു ആളുണ്ട്, അയാൾ നമ്മളോട് പറയാണ്, നിന്റെ കൂടെ ഞങ്ങളുണ്ടാകും. നീ മരിച്ചു പോവുകയാണെങ്കിലും നീ ജീവിച്ചിരിക്കുകയാണെങ്കിലും നിന്റെ കൂടെ ഇടമുറിയാതെ, ഒരിക്കലും അകലാതെ നിന്റെ കൂടെ ഞങ്ങളുണ്ടാകുന്നു. അതാരാ? അത് പറയുന്നത് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളാണ്. നല്ല പ്രവർത്തനങ്ങൾ മാത്രമാണോ? അല്ല, ചീത്ത പ്രവർത്തനങ്ങളും.